Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now? എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? സോ നിങ്ങൾക്ക് കളക്റ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഈ സമയം ഞാൻ കേൾക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സർപ്രൈസ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ഒരുപാട് കൂൾ ആൻഡ് കാം ആക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് പിന്നീട് നിങ്ങൾക്ക് വളരെ കാലം ഓർത്തു വെക്കാൻ പറ്റുന്ന ചില ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇമോഷണൽ ഫുൾഫിൽമെന്റ്. ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പിന്നീട് എടുത്തു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ഇവന്റ്സ് ഓർ മേജർ സക്സസ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇത് ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ്. കാരണം മുന്നിൽ എന്താണോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട്, എസ്പെഷ്യലി നിങ്ങൾക്ക് സ്വയം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു വലിയ ഒരു മെമ്മറീസ് ആയിട്ടും അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചില സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, ചില ടെസ്റ്റ് എങ്ങനെ നിങ്ങൾ പാസ്സാവുന്നു, ചില ഡിസിഷൻസ് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു, അതിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഒരു കൈൻഡ് ഓഫ് ബ്രാൻഡ് ന്യൂ ബിഗിനിങ് പോലെ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയൊരു ജേർണി ആയിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു ടൈമിൽ എന്താണോ നിങ്ങൾ ടഫായിട്ട് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ, ചില ആളുകൾ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് പോലും ഉണ്ടായിരിക്കില്ല. ഓക്കെ, കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഗ്രോത്ത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില യൂണിയൻ ആയിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ, വലിയൊരു ചേഞ്ചസ് ആക്ച്വലി ഇതുപോലത്തെ ഒരു കംപാക്ക് ഓർ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങള് ചില മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ കാണുന്ന കാഴ്ചകളായിരിക്കാം, കണ്ടുമുട്ടുന്ന ആളുകളായിരിക്കാം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകള്, ഒരുപാട് നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, ഷിപ്പ് നമ്പർ what you need to hear right now. ഇത് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് വിധിയാണ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ലൈഫ് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈഫിന്റെ ഒരു മേജർ ഇവന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ കംപ്ലീഷൻ തോന്നുന്ന ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി ഇമോഷണലി വരുന്ന സമയത്ത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ചില നിമിഷങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇമോഷണലിയോ സ്നേഹം കൊണ്ടോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ ഓവർകം ചെയ്യുക, ചില സഡൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. അത് ചില ആളുകൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതായിരിക്കാം. ചില എക്സാംസ് നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കുന്നതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ പുറത്തേക്കൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, വേറെ കൺട്രി അതിനൊക്കെ ഒരുപാട് ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മേ ബി നിങ്ങൾ കുറെ കാലമായിട്ട് ഒരു പ്ലേസിൽ തന്നെ നിന്നിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സർപ്രൈസിംഗ്ലി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഇത്ര കാലം നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം വിത്ത് സീറോ എഫേർട്ട് നിങ്ങൾക്കത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നിങ്ങൾ എവിടെയാണോ നിന്നിട്ടുള്ളത് ആ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾസോ മീൻസ് ലൈക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്, പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ
അതിനെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുന്ന എന്തെങ്കിലും ഒരു ജേർണിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളായിട്ട് തന്നെ ചെയ്തു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ലൈഫ് ഇവന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, എസ്പെഷ്യലി ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ സിംഗിൾ, ഓക്കെ, സിംഗിൾ ആയിട്ടുള്ള ആളുകള് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് ആ ഒരു സോളിറ്റ്യൂഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്, നിങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള സൗഹൃദങ്ങളായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം, കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, കമ്മിറ്റ്മെന്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേബിൾ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ലൈഫിനോടും ഒക്കെ തോന്നുന്ന ചില ലൈഫ് മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനമായിട്ടുള്ളൊരു സറൗണ്ടിങ് ഉണ്ടാക്കി തരുന്നുണ്ട് അത്. ഓക്കെ, സോ അതിന്റെ ഓർമ്മകളാണെന്നുണ്ടെങ്കിലും എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. ലെറ്റ്സ് സീ, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈഫ് ലോങ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് എൻഡ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ് നിങ്ങൾക്ക് എൻഡ് ആക്കാൻ സാധിക്കുന്നുണ്ട്. അത് എൻഡ് ആവുന്നത് നിങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നോണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഔട്ട്കം നിങ്ങൾക്ക് അതിന് കിട്ടുന്നോണ്ടായിരിക്കാം. നിങ്ങൾക്കത് സക്സസ്ഫുള്ളി ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത് ഇറങ്ങി വരുന്ന കാര്യമല്ല, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇറങ്ങി വരുന്നത്. സോ നിങ്ങളുടെ ചില സക്സസ് എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾ മേ ബി വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത്ര ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലെ ചില ലെസൺ ആയിരിക്കാം, നിങ്ങൾ കുറെ കാലമായിട്ട് പോകുന്ന ചില സിറ്റുവേഷൻസ്, സോളിറ്റ്യൂഡ്, സിംഗിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അത് എൻഡ് ആവാണ്. കാരണം ഡെസ്റ്റിനി നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ടൈം നിങ്ങൾക്ക് ഫേവർ ആയിട്ട് വരിക, ഡിവൈൻ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുക, ഡിവൈൻ ടൈം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ പല സിറ്റുവേഷനും പല ആങ്സൈറ്റി, ഫിയർ എന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓർ നിങ്ങൾ എവിടെയാണോ ഇത്ര കാലമായിട്ട് സെറ്റിൽ ആയിട്ട് നിന്നിട്ടുള്ളത്, ഓർ എന്ത് ലൈഫ് സിറ്റുവേഷനിലാണോ നിങ്ങൾ സെറ്റിൽ ആയിട്ട് പോകുന്നത്, അതായിരിക്കില്ല നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒറ്റപ്പെടലൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇതുപോലെ ആയിരിക്കില്ല ഗൈസ്. ലൈക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, കുറെ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. സി അച്ചീവ്മെന്റ്സ്, ഇറ്റ്സ് എങ്ങനെ കൺഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേജർ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ടായിരിക്കാം, നിങ്ങൾക്കൊരു ഹോം ഫീലിങ്സ് തരുന്ന ആളുകളായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരു കൈൻഡ് ഓഫ് കംപ്ലീഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓർ മേ ബി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ രണ്ടുപേരും ഒരേ ആഗ്രഹത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം. ഫൈനലി അതൊരു സെറ്റിൽമെന്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കംപ്ലീഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരുപാട് സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫുൾഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള ചില ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ഒക്കെ പോലെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളിൽ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പല ബ്ലെസ്സിങ് പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് കൂടുതൽ കാര്യങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക, നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആയിട്ട്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ കൈ നിറയെ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്ന ഒരു അവസ്ഥ, നിങ്ങളുടെ മനസ്സ് നിറയുന്നുണ്ട്, നിങ്ങളുടെ കൈ നിറയെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അത് മേ ബി ഗിഫ്റ്റ് ആയിട്ടായിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ചില ഗിഫ്റ്റ് ഉണ്ടാവുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ അത് ആളുകൾ മാത്രം നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാ എന്നുള്ളതല്ല, നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, കുറെ കാലമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറെ കാലമായിട്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു എക്സാം എഴുതുന്നത് പോലെ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ ഓവർകം ചെയ്യാൻ. ആൻഡ് ഫൈനലി നിങ്ങളത് ലൈക്ക് ആ ഒരു ടാസ്ക് നിങ്ങൾ എൻഡ് ചെയ്യാണ്. ആൻഡ് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്.
ഓൾറൈറ്റ്. സോ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുന്ന ചില ലൈഫ് മൊമെന്റ്സ്, ഇവന്റ്സ് നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിനോടെങ്കിലും പേടിയോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ പ്ലേസിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകളിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്നതായിരിക്കാം, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്നതായിരിക്കാം, ഓർ ലൈക്ക് നിങ്ങൾ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ അടയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ. ചില ആളുകൾക്ക് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ട് കേൾക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ടൈമിൽ വിട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തിയെ നിങ്ങൾ കാണാൻ വേണ്ടി വളരെ ഒരുങ്ങി പോകുന്നത് വരെ, അത്ര കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. സോ നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം. ടൈമിൽ എൻജോയ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻജോയ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോളിറ്റ്യൂഡ് മോഡ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. അത് നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വോട്ട് ഐ കൻ സീ ഈസ്, രണ്ടാളുകൾ വളരെ സന്തോഷമായിട്ട് യാത്ര ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നടക്കുന്നത് പോലെ, ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലെ. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കൂടെ, അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ പോകുന്നത് പോലെ ഒരു നൈറ്റ്, വളരെ കാം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. മേ ബി നിങ്ങൾ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ കുറെ കാലമായിട്ട് അതൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇത് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് വെക്കാൻ, നിങ്ങളുടെ മനസ്സ് ഒരുപാട് ഫുൾഫിൽഡ് ആയിട്ട് തോന്നുന്ന ചില രീതിയിൽ നിങ്ങളെ കൊണ്ടുവരാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ കാണാൻ പോകുന്നത്, മേ ബി ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ വിളിക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ നിങ്ങളെ വിളിക്കാണ്, എന്തെങ്കിലും ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കാം, ഒരു സ്ഥലം കാണാൻ പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ നിങ്ങൾ ഒരുങ്ങി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ അത്ര കാലമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടിയില് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലൊക്കെ കോൺഷ്യസ് ആവുക. സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങൾ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഈവൻ നിങ്ങളുടെ ഫ്രണ്ടോ ആരോ ആയിക്കോട്ടെ. സോ അങ്ങനെ നിങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്, ചില കാഴ്ചകൾ കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് അവിടെ കൂടെ ആളുണ്ടാവുന്നുണ്ട്, പാർട്ട്ണർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്ന കാഴ്ചകള്, നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്ന കാര്യങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് കാം ആൻഡ് കൂൾ ആക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പറയാൻ മറക്കരുത്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.